എൻ്റെ പേര് ജാഫർ. എടവണ്ണ ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ വരുന്ന 19-ാം തീയതി നടക്കുന്ന നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പ്രിസൈഡിംഗ് ഓഫീസറായി നിയമനം ലഭിച്ചു. കഴിഞ്ഞ മുമ്പ് പല ഇലക്ഷനിലും ഇതുപോലെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ചെയ്യാനാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം കാട്ടുമുണ്ട വെച്ചിട്ടായിരുന്നു നടന്നത്. കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്നു. അവിടെ വെച്ച് നടന്ന് പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. 100 വോട്ടുകൾ പോൾ ചെയ്തുകൊണ്ട് നമ്മുടെ പോളിങ്ങിൻ്റെ മോക്ക് പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകമുള്ളൊരു ധാരണ അവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്നാലും അതിൻ്റെ എണ്ണം കുറച്ചുകൂടെ കുറച്ച് ഒരു 50-ലേക്കോ 30-ലേക്കൊക്കെ ആക്കിയാലും അതിലുള്ള എല്ലാ കാൻഡിഡേറ്റിനും വോട്ട് ചെയ്യുന്ന രൂപത്തിൽ എണ്ണം കുറച്ചുകൂടെ കുറക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു എളിയ അഭിപ്രായം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്നാലും എല്ലാവരും മെഷീൻ കണ്ട് അതിനെ പരിചയപ്പെട്ട് അതിനെ നല്ല രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ അത് സാധിച്ചു എന്നുള്ള കാര്യം അത് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വിധ പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ നമ്മുടെ മെഷീനുകൾ വരാറില്ല. ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രയാസങ്ങളും നമുക്കിതുവരെ മെഷീനുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. മെഷീന് നമ്മൾ മുമ്പ് നേരത്തെ പരിചയപ്പെട്ടത് തന്നെയാണ്. വീണ്ടും ഇപ്രാവശ്യം ഒന്നുകൂടെ അതിനെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഒന്നും അതിൽ സാധ്യമല്ല. ആ കൊടുക്കുന്ന ഇൻപുട്ടിന് നമ്മുടെ ബാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാലറ്റ് ചെയ്യുന്ന രൂപത്തിൽ മാത്രമേ സാധ്യമാവുന്നുള്ളൂ. അതിനെ പുറത്തുനിന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്ന രൂപമൊന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.